ചിമ്മിനി റെസ്റ്റോറൻറ്റ് വർക്കല. ശരിക്കും വർക്കല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ബീച്ച് അല്ലെങ്കിൽ പാവനാശമൊക്കെ ആലോചിക്കും. ഇത് വർക്കല സിറ്റി തന്നെ റൗണ്ട് ബോട്ടിനോട് ചേർന്നുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. സീ ഫുഡിന് പ്രാധാന്യം കൊടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. പക്ഷേ മൾട്ടി കുസീനാണ്. എല്ലാ ടൈപ്പ് ഫുഡുകളും അവിടെ ലഭിക്കും. നമ്മൾ ഫാമിലിയായിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു സന്ധ്യ സമയത്ത് ചെന്നത് ഒടുക്കത്തെ ആംബിയൻസ് ആയിരുന്നു. ഒരു ബീച്ചിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് നമ്മളൊരു ആ ഫുഡ് കഴിക്കുന്ന ഒരു ഫീൽ തന്നെ ഉണ്ടാകും. കാര്യം ആ രീതിയിലുള്ള ഡെക്കറാണ് അവരകത്ത് ചെയ്തിരിക്കുന്നത്. തടി കൊണ്ടും അതുപോലെ എന്താ പറയുക, ആ ഒരു ഫീൽ നമുക്ക് കിട്ടും ഉറപ്പായിട്ടും. ഞങ്ങളങ്ങനെ ഓർഡർ ചെയ്തത് സ്റ്റാർട്ടറായിട്ട് ഒരു ചില്ലി ചിക്കനും ഒരു ബീഫ് ഡബിൾ ഫ്രൈ BDF. എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ, അതായത് ചിക്കൻ 65 ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കര ടേസ്റ്റ്. ഭയങ്കര ജ്യൂസി അല്ലേ? നമ്മളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ചിക്കൻ 65 കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകതയായിട്ട് തോന്നിയത് വളരെ ടെൻഡറായിട്ടുള്ള മീറ്റും അകവും പുറമും ഒരേപോലെ വെന്തിട്ടുണ്ട്. പുറമേ കരിഞ്ഞിട്ടില്ല. അതിൻ്റെ ടേസ്റ്റും ജ്യൂസി ആയിട്ടുള്ള ഒരു പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നു. അത്രയും ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ 65 ആയിരുന്നു. BDF ഒരു ഇത്തിരി ബീഫിൻ്റെ മീറ്റ് ഇത്തിരി ഹാർഡായിരുന്നു വേണമെങ്കിൽ പറയാം. അങ്ങനെ സ്റ്റാർട്ടർ ഫിനിഷ് ചെയ്തു. മെയിൻ കോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഓല വെച്ച് മേഞ്ഞ പോലത്തെ ഹട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഞാൻ പറയുന്നത് നല്ല ആംബിയൻസ് ആണെന്ന് പറഞ്ഞ കാര്യം. അതാണ് അത്യാവശ്യം നല്ല ക്രൗഡും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മെയിൻ കോഴ്സായിട്ട് ഓർഡർ ചെയ്തത് അപ്പം, അതുപോലെ നാൻ ബ്രെഡ്, എക്സ്ട്രാ ഗാർലിക്, സീർ ഫിഷ് മോളി, ഒപ്പം ഒരു ഗ്രിൽഡ് തന്തൂരിലുണ്ടാക്കിയ ഒരു ഗ്രിൽ ഫിഷ്. ഇവിടെ ഗ്രിൽ ഫിഷും തവ ഫിഷും അതുപോലെ തന്തൂരിയൊക്കെ അവൈലബിളാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് മെയിനായിട്ട് ഈ ഫിഷാണ്. ഒരുപാട് നാളായിരുന്നു ഒരു തന്തൂരി ഗ്രിൽ ഫിഷ് കഴിച്ചിട്ട്. അല്ല, തവയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തന്തൂരിയുടെ എനിക്ക് തോന്നിയിരുന്നു കുറച്ചും കൂടെ ഭയങ്കര മോയ്സ്ചറായിരുന്നു. നല്ല രീതിയിൽ ഗ്രില്ല് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മേളിൽ ഈ സോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഷെഫ്സ്. അതാണ് അങ്ങനെ അത്ര സോസി ആയിട്ട് തോന്നിയത്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ലായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. എന്താ പറയുക, ഇപ്രാവശ്യം നല്ല ലാവിഷായിട്ട് തന്നെ ഫുഡ് നമ്മൾ കഴിച്ചെന്ന് തന്നെ പറയാം. സ്റ്റാർട്ടേഴ്സും സൂപ്പും അതുപോലെ സാലഡ്സും ഫിഷ് മോളിയും അപ്പവും നാൻ ബ്രെഡും ഡെസേർട്ടും ഒക്കെ ചേർത്ത് വിശാലമായ ഡിന്നറായിരുന്നു. ഞങ്ങളിതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് ബീച്ചിലൊക്കെ ഒന്ന് പോയി, വർക്കല ബീച്ചിലൊക്കെ ഒന്ന് പോയി സൺസെറ്റെല്ലാം കണ്ടതിന് ശേഷമാണ് ഇവിടെ വന്നതും ഫുഡ് കഴിച്ചതൊക്കെ. അഫോർഡബിളായ പ്രൈസൊക്കെ തന്നെയായിരുന്നു. ഗ്രിൽ ഫിഷ് ഓൾമോസ്റ്റ് ഞാൻ തന്നെയാണ് കഴിച്ചു തീർത്തത്. കാര്യം അതിന് മുമ്പായിട്ടുള്ള ഫുഡുകളൊക്കെ വൈഫും മക്കളും കഴിച്ചപ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് നിറഞ്ഞായിരുന്നു. ഗ്രിൽ ഫിഷിൻ്റെ കൂടെ ഒരു ഗ്രീൻ ചട്നിയും മിൻറ്റ് കൊറിയൻഡർ ചട്നിയാണത്. പിന്നെ ഒരു മയോണൈസും കൊണ്ടുവച്ചു. എന്തിനാണ് മയോണൈസ് എനിക്ക് മനസ്സിലായില്ല. കാര്യം ബട്ടർ ഗാർലിക് ഫിഷൊക്കെ ആണെങ്കിൽ മയോണൈസ് നമുക്ക് സെറ്റാവും. ഇത് ടിപ്പിക്കൽ ഇന്ത്യൻ സ്പൈസസിനകത്ത് വരുന്നതിനകത്ത് മയോണൈസ് സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അത് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം ചേർത്ത് വിശാലമായിട്ട് കഴിച്ചു. വാനില സ്കൂപ്പും അതുപോലെ ചോക്ലേറ്റ് ബ്രൗണിയൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ വളരെ സ്ലോലിയാണ് ഫുഡ് കഴിച്ചത്. ഇത് അവസാനം കഴിച്ചതെന്ന് വെച്ചാൽ ഞാനാണ്. പിന്നെ കുറച്ച് ഡെസേർട്ടും എല്ലാം കഴിച്ചു. നല്ല നല്ല ആംബിയൻസും നല്ല ഫുഡ് വരുന്നു. ഇതുവരെ ഒരുപാട് സ്ഥലങ്ങളിൽ കഴിക്കുന്നതിൽ ഇത് ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ഫുഡും ഒന്നിനും മെച്ചമായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞ BDFന് മാത്രം ചെറിയൊരു ഹാർഡ് അത് ഫീൽ അത്രയേ ഉള്ളൂ. പിന്നെ പുറത്ത് നമ്മൾ ഇരിക്കാനും അതുപോലെ ടാങ്കിൽ ഫിഷൊക്കെ വളർത്തുന്നുണ്ട്. അതൊക്കെ മക്കൾ കണ്ടു കളിച്ചു. വെളിയിൽ തന്നെ മെയിൻ ബോർഡ് ഇരിപ്പുണ്ട്. ഈ അകത്തേക്കുള്ള എൻട്രി നമ്മൾ ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് റെസ്റ്റോറൻറ്റ്. ഇതാണ് നമ്മുടെ ബില്ല് കാണിച്ചത്. അകത്തേക്കുള്ള എൻട്രി എന്താണെന്ന് അറിയില്ല. എന്തായാലും ഹോട്ടലിലാണ് പോയി ഫുഡ് കഴിച്ചത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾറൈറ്റ്, അടുത്ത പ്രാവശ്യം കാണാം. ബൈ.